പഴയ വിശുദ്ധന്മാർ നോഹയുടെ കാലം മുതൽ അബ്രഹാമിന്റെ കാലം മുതൽ അവരൊക്കെ വെള്ളത്തിൽ സ്നാനപ്പെട്ടിരുന്ന പഴയ നിയമത്തിൽ എഴുതിയോ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഉരുളായി യേശു പരസ്യമായി യോഹന്നാന്റെ കൈക്കീഴെ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കുകയും അതേ സ്വർഗത്തിൽ നിന്ന് ഇവന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുകയും ചെയ്തു. യേശു ജനിച്ചത് പുത്രനായിട്ടാണ്, യേശു വളർന്നത് പുത്രനായിട്ടാണ്. പക്ഷെ എപ്പോഴാണ് പ്രിയപുത്രനായത്? യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ നീതിയുള്ള കൽപ്പന എപ്പോഴനുസരിച്ചോ അപ്പോൾ അവൻ ആരായിത്തീർന്നു? പ്രിയപുത്രനായിത്തീർന്നു. ഇനി 3 കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രിയപുത്രനായി തീരുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസാധിക്കുമോ നമ്മുടെ ഓടിച്ചായ പരസ്യമായിട്ട് പ്രാർത്ഥന. കട്ടല്ലേ മലയ്ക്ക് പോയി അവരെ കണ്ടപ്പോൾ അവർ ഞങ്ങൾ നിങ്ങളോട് ഞാനോ ലോകസാനത്തോ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഈ ഭൂമി വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒടുവിലായി പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ കൽപ്പന, അതേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പുറപ്പെട്ടിരിക്കുന്നതിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിക്കുന്നത് ഉപദേശിച്ചിട്ടുണ്ട്. സകലരെയും എന്റെ ശിഷ്യരായിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറിവ് ചെയ്ത കർത്താവിന്റെ കൽപ്പന. 2 കൽപ്പനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 2 കൂടാശകളാണ് പുതിയ നിയമസഭയ്ക്ക്. 2ഉം യേശുവിന്റെ കാൽവരി മരണത്തോട് ചേർന്നുള്ളതാണ്. ഒന്ന് കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്ന സ്നാനവും, മറ്റൊന്ന് കർത്താവ് വരുവോളം അവന്റെ കാൽവരി മരണത്തെ ഓർക്കുന്ന തിരുമേശയും. 2ഉം കർത്താവിന്റെ മരണത്തോട് ചേർന്ന കൂടാശകളാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നത്. അതിനൊന്നാമത്തെ ശുശ്രൂഷ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അവസരത്തിൽ പ്രാർത്ഥനയുണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ ആദ്യം റോജിയും വരും. 3 ബാത്റൂമുണ്ട്, അങ്ങനെ മുമ്പിലേക്ക് ഒരു ബാത്റൂമുണ്ട്. അവിടെ റോജിയും കയറില്ല, പിന്നെ 2 ബാത്റൂമുകൾ ഉപയോഗിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പേടിക്കേണ്ട, നിങ്ങളുടെ വെള്ളത്തിൽ മൂക്കിനകത്ത് വെള്ളം കയറില്ല. ചികിത്സകളാണ്. അങ്ങനെ ഞാൻ ഓക്കെ ഓക്കെ ആദ്യം റോജിയും വരും. പാട്ട് പാടും പാട്ട് പാടും നോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സദതം. പാനപത്രമവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ ചേർന്ന് പഠിക്കുന്നത് മരിച്ചുതൻ കല്ലറയിലടക്കപ്പെട്ടവൻ കൂടെ മരിച്ചുതൻ കല്ലറയിലടക്കപ്പെട്ടവൻ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിനാം എന്റെ പാപമെല്ലാം പോക്കിയ പാടും ഞാൻ പരമേശ്വരനു
വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. സ്വർഗത്തിന്റെ മണിമകുടവും തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായിരുന്ന മാനവജാതിയുടെ രക്ഷകനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യജാതിയുടെ പാവപരിഹാരത്തിനായി താണലോകത്തിലേക്ക് ദാവീദിന്റെ സന്തതിയായി കന്യമറിയാമലൂടെ ജഡാവതാരമെടുത്ത് 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാനെന്ന സ്നാപകന്റെ കൈക്കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നതിന്മേൽ ഇറങ്ങി വന്ന് 3.5 വർഷക്കാലം നന്മ സുവിശേഷിച്ച് ഭക്തന്മാർക്ക് വിടുതൽ കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്ത് 33 വയസ്സിൽ പൊന്തിയോസ് പീലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാരം മുറുകെ പിടിച്ച് അതേ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മാനവജാതിയുടെ പാപം പേറിക്കൊണ്ട് ക്രൂശിന്മേൽ മരിച്ച് അവസാനത്തിൽ രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെ ജയിച്ച് കല്ലറകളെ ഭേദിച്ച് ഉയർച്ചെറിഞ്ഞിട്ട് 40 രാമരകൾ എല്ലാവർക്കും പ്രത്യക്ഷനായി 40-ാമത്തെ ദിവസം അതേ ഒഴിവുമനയിൽ നിന്ന് എല്ലാവരും കാങ്ങെ സ്വർഗാരോഹണം ചെയ്തവനും ഏറെ താമസിയാതെ തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് റോജിൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും നിന്റെ പരസ്യമായ സാക്ഷ്യത്തെ ആധാരമാക്കി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കാം. എന്നാൽ നീയും ഞങ്ങളുടെ പ്രിയ സഭയുടെ പ്രാർത്ഥന മറുപടി ഒരു വാക്യത്തെ നിവർത്തിയെന്ന പോലെ ഈ സ്നാനക്കടലിൽ വഹിപ്പാൻ കൃപ തന്നല്ലോ. ഞങ്ങൾ സഭ ഒന്നു ചേർന്നു ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. അവന്റെ ഭാവിക്കും നന്മയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ വിരോധമായ എല്ലാ ദുഃഖാപോരുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് കാൽവരിയുടെ രക്തം കൊണ്ട് മുദ്രയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവനെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ജയം 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 ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും ഒന്നാകവേ ചെങ്കാടലിൽ മുങ്ങിപ്പോ ശത്രുഗണം ഒന്നാകവേ ചെങ്കാടലിൽ മുങ്ങിപ്പോ ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ കന്യകമറിയാമിലൂടെ കാലത്തൊഴുത്തിൽ ജലാവതാരമെടുത്ത് ഈ ഭൂമിയിൽ 33.5 വയസ്സ് വരെ ജീവിച്ച് ബദ്ധന്മാർക്ക് വിടുതലും രോഗികൾക്ക് സൗഖ്യവും മരിച്ചവർക്ക് ഉയർപ്പും വിശക്കുന്നവർക്ക് ആഹാരവും നൽകി മനുഷ്യവർഗത്തിന്റെ പാപം പേറിക്കൊണ്ട് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തൂങ്ങപ്പെട്ട് അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് മരിച്ച് അരിമത്തിലെ യോസഫിന്റെ കല്ലറ അടക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവനും സ്വർഗത്തിൽ പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവനും ഏറെ താമസിയാതെ തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷകനെന്ന് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും എന്നതിന്റെ വചനത്തെ ആധാരമാക്കി നിന്റെ പരസ്യമായ സാക്ഷ്യത്തെ ആധാരമാക്കി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കുക എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ ഈ പൈതലിന്റെയും
അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരസ്യമായി അവരുടെ യൗവന പ്രായത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കൃപ കൊടുത്തല്ലോ. അന്ത്യം വരെ വിശ്വസതയോടെ നിൽക്കുവാൻ ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന ഭാവി എല്ലാം ഒരുക്കി ദൈവം അവളെ ആദരിക്കണം. എല്ലാ ഭോലികളെ ശാസിച്ച് ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അവളെ അനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും. യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അനേക വിശുദ്ധന്മാർക്ക് 40 രാവുകളിൽ പ്രത്യക്ഷപ്പെട്ട് 40-ാം ദിവസം ഗലീല പുരുഷന്മാർക്കാകെ ഒലിവുമലയിൽ സ്വർഗ്ഗാരോഹണം ചെയ്തവൻ, പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് മാനവജാതിക്ക് വേണ്ടി മധ്യസ്ഥയാക്കുന്നവൻ, ഏറെ താമസിയാതെ തന്റെ രക്തത്താൽ വീണ്ടെടുത്ത മണവാട്ടി സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്റെ രക്ഷകനെന്ന് പ്രിസ്കില്ല വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീൻ എന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ആധാരമാക്കി, നിന്റെ പരസ്യമായ സാക്ഷ്യത്തെ ആധാരമാക്കി ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം നീയും വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. സ്വർഗീയ പിതാവേ, ഈ കൊച്ചപ്പതിന്റെ ടീനേജ് പ്രായത്തിൽ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ, നിന്നോട് ചേരുവാൻ ദൈവത്തിന്റെ സഭയ്ക്കും കുടുംബത്തിനും അവർ പഠിക്കുന്ന കലാലയങ്ങളെല്ലാം ഒരു മാതൃകയുള്ള പണികളായിരിക്കാൻ ദൈവം സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരേ, സ്നാനക്കടൽ ഇവിടെയുണ്ട്, സ്നാനജലം ഇവിടെയുണ്ട്, സ്നാപകൻ ഇവിടെയുണ്ട്. ഇനിയും സ്നാനപ്പെടാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സ്നാനം നിർബന്ധമായി ദൈവമക്കൾ അറിയുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഒന്നാകുകയാണ്. ഇനിയും സ്നാനപ്പെടുവാനുള്ളവര് ഏറെ താമസിയാതെ ഏതു സമയത്തും കർത്താവിന്റെ കാഹളം ധ്വനിക്കാം. അവന്റെ കാഹളം ധ്വനിയെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ ചേർക്കപ്പെടേണ്ടതിന് സ്നാനപ്പെടുവാൻ ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രസാദ ചുരുക്കമായി പ്രാർത്ഥിക്കാം. എന്നാൽ ഈ ജീവകിരീടം പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനവും കർത്താവെ ആയിരിക്കാൻ നിങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് വിശ്വസ്തയോടെ നിൽപ്പാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകണം. ഇരിക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് സഹായിച്ചുള്ള കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു.